ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. ഈ സിനിമ റിലീസാകുന്നതിനൊക്കെ കുറേ കാലം മുമ്പ് ഇതിൻ്റെ ഒരു ഏർലി സ്ക്രീനിങ് നടക്കുന്ന സമയത്ത് ട്രെയിലറൊക്കെ റിലീസായി കഴിഞ്ഞിട്ട് ഒരു ഏർലി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇവർ. അന്നേരം ഈ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ സീനുകൾ ആഡ് ചെയ്തു, കുറേ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ കുറേ പാച്ച് വർക്കുകൾ ചെയ്ത്, അല്ലെങ്കിൽ ഈ സിനിമ അനൗൺസ് ചെയ്ത കാലം തൊട്ടേ ഇതിന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് ഉള്ളതിലായിരുന്നു, റീറൈറ്റ് ചെയ്തു, ഷൂട്ട് ചെയ്തു, റീഷൂട്ട് ചെയ്തു, അങ്ങനെ കുറേ പ്രശ്നങ്ങളോട് അവസാനം റിലീസായ ഒരു സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയാൻ പറ്റില്ല. ഫാൽക്കൺ ആൻഡ് ഹൾക്ക്, മറ്റേ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജിയർ എന്ന് പറയുന്ന പോലെ ഫാൽക്കൺ ആൻഡ് ദ ഹൾക്ക് എന്ന് വേണമെങ്കിൽ ഈ സിനിമ പറയാൻ പറ്റും. അല്ലാണ്ട് ഇതിനെ ക്യാപ്റ്റൻ അമേരിക്ക ഞാൻ എവിടെയും കണ്ടില്ല, സീരീസിൽ കാണാൻ പറ്റില്ല. ഇത് ഫാൽക്കണാണ്, ഫാൽക്കണ് ഷീൽഡ് കൊടുത്തു എന്നുള്ളതാണ്. ക്യാപ്റ്റൻ അമേരിക്കയെ എങ്ങനെ റീപ്ലേസ് ചെയ്യാനുള്ളൂ? സ്റ്റീവ് റോജേഴ്സ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാനും മാത്രം ഒന്നും പറ്റില്ല സാം വിൽസൺ എന്നുള്ളത് നിങ്ങൾ മാർവൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പുള്ളിക്ക് മറ്റേ എടുക്കാൻ പറ്റാത്തൊരു വലിയ ഒരു ക്യാരക്ടർ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് പുള്ളിയെ കൊണ്ട് താങ്ങില്ല. അത്രയും ലെജൻഡറി ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറാണ് സ്റ്റീവ് റോജേഴ്സ് എന്ന് പറയുന്നത്. അത് ഫാൽക്കണായിട്ട് ഫാൽക്കണിന് ഷീൽഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിലും ഓക്കെ. അതിൻ്റെ കൂടെ കുറേ അപരാധങ്ങളും. ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം കൊള്ളില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞത് റീറൈറ്റ് ചെയ്ത് ഈ അവസാനം ഇതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു എഴുതിയത് നമ്മുടെ ഡൂംസ്ഡേ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എഴുതിയത്. കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ഒരു റെഫറൻസ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ആ സാധനമൊക്കെ കഴിഞ്ഞിട്ട് ഡൂംസ്ഡേ ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ സാധനം എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സെലസ്റ്റിയൽസിനെ കാണിക്കുന്നുണ്ട്, മറ്റേ എറ്റേണൽസിനെ കാണിച്ച സാധനം ഉണ്ടല്ലോ അതും. പിന്നെ ഇതുവരെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ദ സ്ട്രോങ്ങസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് വൈബ്രേനിയം ആയിരുന്നു. അഡമാൻഡിയം ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ സിനിമയിൽ അഡമാൻഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വുൾവറിൻ്റെ ബോഡിയിലുള്ളത് അഡമാൻഡിയമാണ് ഓൾറെഡി, അത് നമുക്കറിയാവുന്നതാണ്. ഇത് പഴയ ഫോക്സിൻ്റെ സാധനങ്ങൾ. ഇനി ഇതിനെയൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നു? പുതിയ യൂണിവേഴ്സ്, പുതിയ വേൾഡ്, ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. ഒരു പുതിയ അവഞ്ചേഴ്സിനെ ഉണ്ടാക്കുക. ഈ ഒരു സിനിമ വേണമെങ്കിൽ അടുത്തൊരു അവഞ്ചേഴ്സ് വരാനായിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ള സിനിമ, അങ്ങനെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. അതായത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഒരു ഫീലില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫീലില്ലാത്തൊരു സിനിമ. ഇതിനകത്ത് ആകെ കുറച്ചെങ്കിലും നമുക്കൊരു ഗൂസ് ബമ്പ് തോന്നുന്ന ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ ആ റെഡ് ഹൾക്കും ഫാൽക്കൺ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുമായിട്ടുള്ളൊരു ഫൈറ്റാണ്. അത് മാത്രമല്ല, അല്ലാണ്ട് വേറൊന്നുമില്ല. എനിക്കുള്ളൊരു ഡൗട്ടാണ്, ക്യാപ്റ്റൻ അമേരിക്കയുടെ സൈഡ് കിക്ക് അല്ല ഫാൽക്കൺ. പിന്നെ എന്തിനാണ് പുതിയൊരു ഫാൽക്കൺ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സാം ക്യാപ്റ്റൻ അമേരിക്കയായി, അത് കഴിഞ്ഞിട്ട് ഇനി ഫാൽക്കൺ എന്ന് പറഞ്ഞൊരു പുതിയ ക്യാരക്ടറിനെ ഇത് അടുത്ത ഫാൽക്കൺ എന്നുള്ള രീതിയിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്കറിയാത്തത്. മൊത്തത്തിൽ ഈ സിനിമ ഓൾറെഡി പൊട്ടും നമുക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊന്ന് മാർവലിൻ്റെ ക്രിയേറ്റേഴ്സിന് തന്നെ അറിയാമായിരുന്നു സിനിമ പൊട്ടും എന്നുള്ളതിന്. വലിയ ഇത് ഹിറ്റാവില്ല എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. ഇതോടുകൂടി ഈ ഒരു പൊട്ടുന്ന സിനിമകളുടെ എൻഡ് ആകാനാണ് ചാൻസ്. ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് ഫാന്റാസ്റ്റിക് ഫോർ, പിന്നെ ഡൂംസ്ഡേ, സീക്രട്ട് വാർ, സ്പൈഡർമാൻ 4 ഒക്കെയാണ്. അതിനിടയ്ക്ക് ഇനി ഇതുപോലെ എന്തെങ്കിലും അപരാധം കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ കഥയില്ലെങ്കിൽ ചെയ്യരുത്, സിനിമ ചെയ്യണ്ട. ആരും ചോദിച്ചിട്ടില്ലായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന സിനിമ. സാം ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ഒരു സോളോ സിനിമ വേണം എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഥയില്ലാത്തൊരു സിനിമ എടുത്തിട്ട്? ഇത് തന്നെയാണ് ഞാൻ മറ്റേ ആർമർ വാറിലും പറഞ്ഞിട്ടുള്ളത്, ഇനി ഈ സാധനം ചെയ്യണ്ടെന്നുള്ളത്. എന്തായാലും ഒരു ആവറേജ്, അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ സ്ട്രിക്റ്റ്ലി ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ കൂടുതലൊന്നും പറയാനായിട്ടുമില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക അല്ല ഫാൽക്കൺ ആൻഡ് ഹൾക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ മാർവൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. ഒരു നല്ല മാർവൽ ഫാനിന് മനസ്സിലാകും, അവർക്കേ മനസ്സിലാകുള്ളൂ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്.